ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മളൊരു മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. ഒരുപാട് നാളായി നമ്മളൊരു മേക്കിംഗ് വീഡിയോ ഷെയർ ചെയ്തിട്ട്, വീഡിയോസും ഷെയർ ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, വീഡിയോ ഒരുപാട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഒഴിവില്ലാത്ത കാരണമാണ് ഷെയർ ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ ഇന്നൊരു ഹാങ് ചെയ്ത് കിടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ബ്രേസ്ലെറ്റിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത് ബ്രേസ്ലെറ്റിൻ്റെ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന എലാസ്റ്റിക്കാണ് കേട്ടോ. നെക്സ്റ്റ് എടുക്കുന്നത് കുറച്ച് ബീഡ്സും അതേപോലെ തന്നെ നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ബീഡ്. ഞാനിവിടെ ബട്ടർഫ്ലൈ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഫ്ലവറോ അങ്ങനെ ഏത് ടൈപ്പ് ബീഡ് വേണമെങ്കിലും എടുക്കാം. അതേപോലെ തന്നെ ബ്രേസ്ലെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് എഫക്റ്റിൽ ഒരു 3D എഫക്റ്റ് വരുന്ന ടൈപ്പ് ബീഡാണ് എടുത്തിട്ടുള്ളത്. ഇതാവുമ്പോൾ വീഡിയോ സ്ലോ മോഷനായി പോയത് ഞാൻ വോയിസ് ഓവറാണ് കൊടുക്കണത്, അതുകൊണ്ടാണ് സ്ലോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇത് കളർ പോവാത്ത ടൈപ്പ് ബീഡാണ്. നിങ്ങൾക്ക് കളർ ഗ്യാരൻറ്റി ഉണ്ടാവും. നമുക്ക് ഡെയിലി യൂസിന് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ബീഡാണ് കേട്ടോ. ഇതിൻ്റെ കുറച്ച് കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ദയവ് ഇത് നിങ്ങൾ കോൾ ചെയ്യരുത്, അതുപോലെ തന്നെ മിസ് കോളും അടിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ അതേപോലത്തെ കുറച്ച് ബീഡ്സ് എടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെയുള്ള ഒരു ബട്ടർഫ്ലൈയുടെ ബീഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബ്രേസ്ലെറ്റ് ചെയ്ത സെയിം ബീഡ് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ബീഡ്. ഞാനിവിടെ ഒരു റോസ് ഫ്ലവറിൻ്റെ പ്രിൻ്റ് വരുന്ന ടൈപ്പ് ഓഫ് ബീഡാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇത് ഹാങ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹെഡ് പിന്നാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഹെഡ് പിന്ന് നമുക്ക് ഗോൾഡോ അല്ലെങ്കിൽ സിൽവറോ എടുക്കാം, നിങ്ങളുടെ പ്രിഫറൻസ് പോലെ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഹെഡ് പിന്ന് ഗോൾഡ് എടുക്കുന്നതെങ്കിൽ ജം റിങ്ങും ഗോൾഡ് എടുക്കാം. ഒരു പീസ് ഓഫ് ജം റിങ്ങാണ് എടുക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എലാസ്റ്റിക് നമുക്ക് എത്ര സൈസാണോ വേണ്ടത് റിസ്റ്റിൻ്റെ അളവെടുക്കാം. എന്നിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ടാണ് ഈ ഒരു ബ്രേസ്ലെറ്റിൻ്റെ അളവ് നോക്കുക. അപ്പോൾ അതിനനുസരിച്ച് അളവെടുത്തിട്ട് നമുക്ക് കുറച്ച് ബീഡ്സ് എത്രയാണ് വേണ്ടതെന്നുള്ളത് അതിനനുസരിച്ച് നോർമലി നമ്മൾ ചെയ്യാറുള്ളത് ഈ ഒരു 8mm ബീഡാണെങ്കിൽ ഒരു 22, ചെറിയ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 16 to 17 ബീഡ്സൊക്കെ മതിയാവും കേട്ടോ. അത് ഓരോരുത്തർക്കും ചേഞ്ച് വരും. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങളിപ്പോൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കസ്റ്റമറുടെ അവരടുത്ത് ചോദിക്കുക, റിസ്റ്റിൻ്റെ അളവ് ചോദിച്ചിട്ട് നിങ്ങൾ അതിനനുസരിച്ച് എന്താ പറയുക ബീഡ്സ് കോർത്തെടുക്കുക. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമുക്ക് വേണ്ട അളവിന് നമ്മൾ ഇതേപോലെ ബീഡ്സ് കോർത്തെടുക്കുക. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ബ്രേസ്ലെറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാലയാണെങ്കിലും നമ്മൾ ഹെയർ ബോ ചെയ്യുന്ന അത്ര നമുക്കൊരു എന്താ പറയുക ഡിഫിക്കൽട്ടായിട്ട് വരില്ല ഈ ഒരു ബ്രേസ്ലെറ്റ് മാലയൊക്കെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. ഇതല്ലാതെയും ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ ഞാനിതിന് മുന്നേ ഒരുപാട് വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് മെറ്റീരിയൽ കിറ്റുകൾ ഷെയർ ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് മെറ്റീരിയൽ കിറ്റ്. നമുക്കൊരു വീഡിയോ പുതിയതെടുക്കാനുള്ളൊരു ഒഴിവ് കിട്ടാത്ത കാരണമാണ് കേട്ടോ യൂട്യൂബിൽ ഷെയർ ചെയ്യാത്ത. നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഒരുപാട് കിറ്റുകൾ ഇതിൻ്റെ ഇടയ്ക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരുപാട് മെറ്റീരിയൽ കിറ്റുകൾ ഇപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ ഒരു 2-3 എണ്ണം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുക്കുക. ഓക്കെ, ബ്രേസ്ലെറ്റ് എങ്ങനെ കെട്ടുന്നതെന്നുള്ള വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കെട്ടിയെടുക്കുക കേട്ടോ. ഇതിൻ്റെ വേറൊരു ടൈപ്പിൽ കെട്ടുന്നത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ചെയ്തെടുത്താലും മതി. ഓക്കെ, നമ്മൾ ഒരു തവണ മാത്രം കെട്ടുമ്പോൾ അല്ലെങ്കിൽ 2 തവണ കെട്ടുമ്പോൾ അത് എന്താ പറയുക അഴിഞ്ഞു പോരും. ഇങ്ങനെ ആകുമ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവർ നമ്മുടെ ചാനലിൽ കയറിയിട്ട് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അതുപോലെ കറക്റ്റായിട്ട് കെട്ടിയെടുക്കുക. അപ്പോൾ ആ കെട്ട് ഒരിക്കലും അത് അഴിഞ്ഞു പോരില്ല. കുട്ടികൾ റഫായിട്ട് ഉപയോഗിച്ചാലും അത് പെട്ടെന്ന് അഴിഞ്ഞു പോരില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് അഴിഞ്ഞു പോകുന്ന ബീഡ്സൊക്കെ വീണ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ എത്ര വലിച്ചാലും ആ ഒരു കെട്ടുണ്ടല്ലോ അത് അഴിഞ്ഞു പോരില്ല. ഓക്കെ, നമ്മൾ ഉപയോഗിക്കുന്ന എലാസ്റ്റിക്കും നല്ല ക്വാളിറ്റിയുള്ള എലാസ്റ്റിക് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ മെറ്റീരിയൽ കിറ്റുകളും ഷെയർ ചെയ്യാറുണ്ട്. പക്ഷേ ഒഴിവ്
ഷൂട്ട് ചെയ്യാനുള്ള ഒഴിവ് കിട്ടാത്ത തന്നെയാണ് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതുപോലെ ഒരു ഹാങ്ങിങ്സാണ് ചെയ്തെടുക്കാനായിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്തെടുക്കാൻ വേണ്ടി ഒരുപാട് പേര്, ചിലവർക്ക് ഇത് എളുപ്പമായിരിക്കും, പക്ഷേ ഒരുപാട് പേര് ബിഗിനേഴ്സായിട്ടുള്ളവർ ഡൗട്ട് ചോദിക്കാറുണ്ട്. നമ്മൾ ഈ ഒരു ഹെഡ് പിന്നിൽ ഇതുപോലെ ഒരു ബട്ടർഫ്ലൈ ബീഡും ഈ ഒരു റോസ് ബോളും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ എക്സ്ട്രാ ഒരു ഹെഡ് പിന്ന് നിൽക്കുകയെന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കളയാം. കാരണം നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കുകയാണല്ലോ ചെയ്യണത്. എന്നിട്ട് ഒരു പ്ലെയർ യൂസ് ചെയ്തിട്ട് ഇതിനെ മടക്കിയെടുക്കുക. ഞാനിവിടെ കട്ടർ കൊണ്ടാണ് മടക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങളൊരിക്കലും കട്ടർ യൂസ് ചെയ്യരുത്, പ്ലെയർ ഉപയോഗിച്ചിട്ട്. ഒന്നുമില്ലയെന്നുണ്ടെങ്കിൽ നോർമൽ പ്ലെയറോ, അതല്ലാന്നുണ്ടെങ്കിൽ റൗണ്ട് നോസ് പ്ലെയർ ഉണ്ട്. നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ മടക്കിയെടുക്കുക. ഇതിനകത്തോട്ട് ഒരു ജംപ് റിങ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ജംപ് റിങ് നമ്മൾ ഡയറക്റ്റായിട്ട് ഞാൻ ഒരു ബ്രേസ്ലെറ്റിലോട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എത്രയുള്ളൂ, ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആക്സസറിയാണ് ഈ ഒരു ഹാങ്ങിങ് ബ്രേസ്ലെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്ലെയർ ഉപയോഗിച്ച് പ്രസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു സിമ്പിളായിട്ട് ഉള്ള ഒരു ബ്രേസ്ലെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. താങ്ക്